രണ്ട് വിഭാഗം ആളുകളാ മഹ്ശറിലേക്ക് വരിക. ഒരേ ഭാഗം ആളുകൾ ചിരിച്ചുകൊണ്ട് വരും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. നാട്ടിലെ തിന്മകളെ വിഭാടനം ചെയ്യുക. മുസ്ലിമീങ്ങളെ വളരെ വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുക. അത്തരം ആളുകൾക്ക് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കെ പറ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖബറിൽ നിന്നെണീക്കും ഓരോരുത്തരും. മുഅ്മിനീങ്ങളായ ആളുകൾ ഖബറിൽ നിന്നെണീക്കുന്ന നേരത്ത് ഫയഖൂലൂന അൽഹംദുലില്ലാഹ്. മുഅ്മിനീങ്ങളെ പേര് തന്നെ ഹമ്മാദൂൻ എന്നാണ്. അല്ലാഹുവിനെ വല്ലാതെ സ്തുതിക്കുന്നവരാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ഏത് കാര്യം കിട്ടിയാലും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഏത് നിഅമത്ത് ലഭിച്ചാലും അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സ്വർഗത്തിൽ കിടക്കാൻ പറഞ്ഞാൽ പോലും വഖാലുൽ ഹംദുലില്ലാഹ് വഖാലുൽ ഹംദുലില്ലാഹ്. സ്വർഗത്തിൽ കിടക്കാൻ പറഞ്ഞാൽ പോലും അൽഹംദുലില്ലാഹ്. മുഅ്മിനീങ്ങളെ വളരെ വളരെ ചിന്തിക്കണം. മുഅ്മിനെ വളരെ ഇത് മനസ്സിലാക്കണം. ഓരോരുത്തരും രണ്ടവസ്ഥയാണ് ഉണ്ടാവുക. ചിരിച്ചുകൊണ്ട് ഖബറിൽ നിന്ന് എണീക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഖബറിൽ നിന്ന് എണീക്കുന്നതാണ്. അൽഹംദുലില്ലാഹ്. അവർ എണീക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാവുക എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിലനിൽപ്പ് സ്വന്തം ശരീരത്തിൽ ഉണ്ടാവുക. അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കുകയും ചെയ്യാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ച ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ജീവിച്ച ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്ക് ആ കലിമയോടുകൂടെ മരിക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവരെന്ത് ചെയ്യും? അവര് ഖബറിൽ നിന്ന് എണീക്കുന്നതാണ്. അവര് അവരവരുടെ തലേന്ന് മണ്ണ് കുടഞ്ഞു കളയുന്നതാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറയും. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു ആ ഭാഗ്യം തരട്ടെ. അവരിങ്ങനെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് എണീക്കുന്ന നേരം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയാ എന്ന് ഖാല റസൂലുള്ളാഹി. ചിരിച്ചുകൊണ്ട് ഇങ്ങനെ എണീക്കും. ചിരിച്ചുകൊണ്ട് എണീക്കും മുഅ്മിനീങ്ങൾ ഖബറിൽ നിന്ന് എണീക്കും. അപ്പോഴേ മലക്കുകൾ ഓടി വരും. എന്നിട്ട് മലക്കുകൾ പറയും ബുശ്റാകുമുൽ യൗം ബുശ്റാകുമുൽ യൗം. മഹ്ശറിലേക്ക് ഓടുകയാണ്. മലക്കുകൾ പറയും, പടച്ചോനെ ആ ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന അയ്ദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. മുഅ്മിനീയുടെ തമാശ പറയുകയല്ല. ഖബറിൽ നിന്ന് എടുക്കുമ്പോഴത്തിന് മുഅ്മിനായ മനുഷ്യൻ ചിരിക്കും. പടച്ചവനെ ആ ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. ആ ഭാഗ്യം ഞങ്ങൾക്ക് തരണം പടച്ചവനെ. ആ ഭാഗ്യം ഞങ്ങൾക്ക് തരണം പടച്ചവനെ. ആ ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ തമ്പുരാനെ. ആ ഭാഗ്യത്തിൽ ഞങ്ങൾക്ക് ഈ സമയത്തും ഈ സദസ്സിലും വെച്ച് ഞങ്ങൾക്കതൊന്നുകൂടി വിധിക്കണം പടച്ചവനെ. അതൊന്നുകൂടി ഈ സദസ്സിൽ ഞങ്ങൾക്ക് വിരിച്ചു തരണം പടച്ചവനെ. ഞങ്ങൾ നീ സ്വീകരിക്കണമേ റബ്ബേ. അവരെ പുഞ്ചിരിച്ചുകൊണ്ട് എണീക്കുകയാ. പുഞ്ചിരിച്ചുകൊണ്ട് എണീക്കുകയാ. എങ്ങനെയാണ് എണീക്കുക? മുത്തത്വയ്യിബീന മുഖ്തഹിലീന ഖാല റസൂലുള്ളാഹി. സുഗന്ധം പൂശി ഇറങ്ങും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരട്ടെ. മുഖ്തഹിലീന അവര് സുർമയിടും. മുഅ്മിനീങ്ങൾ സുർമയിടുകയും സുഗന്ധം പൂശുകയും ചെയ്യും മഹ്ശറിലേക്ക്. പടച്ചോനെ അല്ലാഹു ഭാഗ്യം തരട്ടെ. സുഗന്ധം നല്ല സുഗന്ധം, നല്ല സുർമാണയും. ഏതുപോലെ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചെങ്കിൽ ഉറക്ക തീർന്നു. നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? ഒന്ന് പറ, ശ്രദ്ധിക്കണില്ലേ? ഉറക്ക തീർന്നു, എണീറ്റു, കുളിച്ച് എല്ലാം കഴിഞ്ഞു, നല്ല വസ്ത്രം ധരിച്ചു, സുഗന്ധം പൂശി സുർമയും അണിഞ്ഞ് ഏറ്റവും സൗന്ദര്യമായ അവസ്ഥയിൽ പുറത്തു വരുന്ന ഒരു വീട്ടുകാരനെ പോലെയാകും ആര്? മുഅ്മിനായ മനുഷ്യൻ.
ബനൂ സലാസീൻ 30 വയസ്സ് പ്രായവുമായിരിക്കും. നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എത്ര വയസ്സ്? എത്ര താഴെയുള്ളവനെ മേലേക്ക് കയറ്റും, മേലുള്ളവനെ താഴേക്ക് ഇറക്കും. അതായത് 10 വയസ്സിൽ മരിച്ചാലും 15 വയസ്സിൽ ഒക്കെ എന്താവാം, അങ്ങോട്ട് കയറ്റും, ഇങ്ങോട്ട് ഇറക്കും. വയസ്സന്മാരെ താഴേക്ക്. നിങ്ങൾക്ക് മനസ്സിലായില്ല പറഞ്ഞത്? 30 വയസ്സായിരിക്കും, നല്ല നിറഞ്ഞ സമയം 30 വയസ്സായിരിക്കും മാശറയിൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എങ്ങനെയായിരിക്കും? മുതത്വയ്യിബീൻ, നല്ല മനോഹരമായ സുഗന്ധം പൂശിയിരിക്കും. ആ സുഗന്ധമാകെ, ആ സുഗന്ധത്തിന്റെ മനോഹാരിത കണ്ട്, അതിന്റെ പ്രസരണം കണ്ട് ഓടി വരും അല്ലാഹുവിന്റെ മലായികത്തുല്ലാഹ്. മലക്കുകൾ ഓടി വന്നിട്ട് കൈയിടരും. അവര് മുസാഫാത്ത് ചെയ്യും, സലാം പറയും. എന്നിട്ട് മലക്കുകൾ പറയും, ബുശ്റാകുമുൽ യൗം, ബുശ്റാകുമുൽ യൗം. ഇന്ന് നിങ്ങൾക്ക് സന്തോഷമാണ്, നിങ്ങൾക്ക് സന്തോഷമാണ്. വല്ലാത്ത ഒരു രംഗായിരിക്കും. അല്ലാഹു ഭാഗ്യം തരട്ടെ. മനസ്സ് തുറന്ന് പറയും, മനസ്സ് തുറക്കി, മനസ്സിനെ പൂട്ട് തുറക്കി, പൂട്ട് തുറന്നിട്ട് പറയും, പക്ഷേ ആ സുഗന്ധം പൂശിയിട്ട് ആ സുറുമട്ടിട്ടാണ്ട് ഇറങ്ങാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം, പഠിച്ചു, തൗഫീഖ് ചെയ്യണം, പഠിച്ചു. നിന്റെ ഹബീബിന്റെ ബർക്കത്തുകൊണ്ടും നിന്റെ ഖുർആൻ ആലമത്തുകൊണ്ടും പഠിച്ചവനെ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. മലക്കുകൾ ഓടി വരും. മലക്കുകൾ ഇങ്ങനെ പുഞ്ചിരിക്കും മുന്നിൽ നിന്നിട്ട്. പിന്നൊരു പോക്കായിരിക്കും. പിന്നെ ഒരു പ്രകാശ സമാനമായി ഓടി ഒഴുകുകയായിരിക്കും. മലക്കുകൾ വിളിച്ചു പറയുന്നുണ്ടാവും, ബുശ്റാകുമുൽ യൗം, ബുശ്റാകുമുൽ യൗം. ഇന്ന് നിങ്ങൾക്ക് സന്തോഷം, ഇന്ന് നിങ്ങൾക്ക് സന്തോഷം എന്ന് പറയും. മറ്റൊരു ഖബറിനെണീക്കും. ഖബറിനെണീക്കുമ്പോൾ ഏതുപോലെയാണെന്ന് മജ്നൂൻ, ഭ്രാന്തനെ പോലെയായിരിക്കും. ഏതുപോലെയാണെന്ന് വെച്ചെങ്കിൽ ശക്തമായ ഉറക്കിന്റെ ഇടയിൽ ഒരാളെ വിളിച്ചുണർത്തിയാൽ എങ്ങനെയുണ്ട് അങ്ങനെ ഇരിക്കും. ആര്? മുഅ്മിനല്ലാത്തവരൊക്കെ. നമ്മളെ കാക്കട്ടെ. അതായത് വിളിച്ചുണർത്തിയവരോട് ദേഷ്യം, നഷ്ടപ്പെട്ട ഉറക്കിനോട് ദേഷ്യം, തന്നോട് തന്നെ ദേഷ്യം. മനസ്സിലായില്ല? ഒരു നല്ല ശക്തമായ ഉറക്കുറങ്ങുന്ന നേരത്ത് ഒരാളെ വിളിച്ചുണർത്തിയാൽ എങ്ങനെയുണ്ടാവും? അതായിരിക്കും മുഅ്മിനല്ലാത്ത മനുഷ്യരുടെ അവസ്ഥ. അവരുടെ ഉറക്ക് പൂർത്തിയായിട്ടേ ഇല്ല, അവരെ ഉറക്ക് തീർന്നിട്ടേ ഇല്ല. ആ രൂപത്തിലായിരിക്കും അവർക്ക് ഇത്തരം ഭ്രാന്തായിരിക്കും എല്ലാവരോടും. അതുകൊണ്ടാണ് യാ വൈലന യാ വൈലന യാ വൈലന യാ വൈലന, നാശമേ നാശമേ എന്ന് പറയാതെ ഒരു തമ്മാടി എണീക്കുകയില്ല, ഒരു കാഫിർ എണീക്കുകയില്ല. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ, പേടിച്ചോ എടാ, തമ്മാടിയോട് കൂടെ കൂടിയോ തമ്മാടിയോ, അതാ പ്രശ്നം. തമ്മാടിയോടെ കൂടെ കൂടിയ തമ്മാടിയോ. നമ്മളെ കാക്കട്ടെ. അവർക്ക് പറ, ഇന്ന് ഇപ്പൊ രാജിച്ചോ, ഇപ്പോൾ ആയത്ത് ഞാൻ ഓടിത്തരാം, ആയത്ത് ഓടിത്തരാം. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മെ കാക്കട്ടെ. നോക്കൂ, രണ്ടും ഞാൻ ആയത്തോടിത്തരാം, രണ്ട് കാര്യത്തിനും ആയത്തോടിത്തരാം. ഇപ്പോൾ പറഞ്ഞതിന് ആയത്തോടിത്തരാം. ആദ്യം യാ വൈലന ഖാലു യാ വൈലന മൻ ബഅസനാ മിൻ മർഖദിനാ ഹറമാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ആയത്ത് തന്നെ രണ്ട് ഭാഗമാണ്. ഇടയിൽ ഒരു സക്കത്തുണ്ട്. രണ്ട് കൂട്ടരെ വാക്കാണ്. ആദ്യം പറയുന്നത് തമ്മാടികളെ വാക്കാ, രണ്ടാമത് പറയുന്നത് മുഅ്മിനീങ്ങളെ, ഓടുന്ന മുഅ്മിനീങ്ങളെ വാക്കാ. ആ രണ്ടാമത്തെ വാക്ക് പറയും. പഠിച്ചോ, നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഖാലു യാ വൈലന മൻ ബഅസനാ മിൻ മർഖദിനാ, ഈ ഉറങ്ങ സ്ഥാനത്ത് നിന്ന് ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ആരാണ് ഞങ്ങളെ ഉറക്കം നഷ്ടപ്പെടുത്തിയത് എന്നവര് പറയും. അങ്ങനെയാണ് ഈ ആയത്ത് കൊണ്ട് ചില ആളുകൾ ഖബറിൽ ശിക്ഷയില്ല, ഉറങ്ങൽ തമ്മാടികളും ഉറങ്ങും എന്ന് ലക്ഷ്യം പിടിച്ചിട്ടുണ്ട്. പക്ഷെ ആ ലക്ഷ്യം പിടിക്കൽ തെറ്റാണ്. ഞാൻ സാന്ദർഭികമായി പറയാം. ഈ കാസറ്റൊക്കെ ദുരുപയോഗം ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടിയാണ് ഞാനിത് പറയുന്നത് എന്ന്. ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഊത്തിൻ്റെ ഇടയിൽ എല്ലാവർക്കും അള്ളാഹു ഉറങ്ങാൻ അവസരം നൽകും. ഇതാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. എന്നാലും മുഅ്മിനീങ്ങൾ ഉറങ്ങില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല? ഏത് കൊല്ലാൻ കൊണ്ടുപോകുന്നതിനുണ്ടല്ലോ ഒരു ചോറ് കൊടുക്കുക, ഏത് ഒരു കാര്യത്തിന് കൊണ്ടുപോകുന്ന ഒരു ചെറിയ സൗകര്യം ചെയ്തു കൊടുക്കും. എന്നതുപോലെ ഭയാനകമായ കാര്യം അവന് അഭിമുഖീകരിക്കാനുണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഊത്തിന്റെ ഇടയിൽ
സൗകര്യം ചെയ്തു കൊടുക്കും കിടന്നുറങ്ങാൻ. ആ ഉറക്കിൽ അവരങ്ങോട്ട് വിട്ടുപോവുകയും ചെയ്യും. അതാണ് പറഞ്ഞത്, ശിക്ഷ നിർത്തും. ഒന്നാമത്തെ ഊത്തോടുകൂടെ ഖബറിൽ പിന്നെ ശിക്ഷ ഉണ്ടാവില്ല. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഊത്തിന്റെ ഇടയിൽ ശിക്ഷയുണ്ടാവില്ല എന്ന് പ്രധാനപ്പെട്ട അഭിപ്രായം. കൊല്ലത്തിന്റെ കാര്യത്തിൽ അഭിപ്രായക്കേടുണ്ട്. 40 കൊല്ലമാണെന്നും ഒരു അഭിപ്രായമുണ്ട്. 40 കൊല്ലമാണ് സയ്യിദ്നാ ആദം. കാന ആദമു ബൈനൽ മായി വത്വീൻ. 40 ഒരു കണക്കാ, 40 ഒരു കണക്കാ. വെള്ളത്തിന്റെയും മണ്ണിന്റെയും ഇടയിൽ കടന്നു സയ്യിദ്നാ ആദം. 40 കൊല്ലം സയ്യിദ്നാ ആദം. അന്ന് ഇബ്ലീസ് യോഗ്യനായിരുന്നു ലഅനത്തുല്ലാഹി അലൈഹി. അന്ന് ഇബ്ലീസിന്റെ പേര് ഇബ്ലീസ് എന്നായിരുന്നില്ല. അന്ന് ഇബ്ലീസിന്റെ പേര് അസാസിൽ എന്നായിരുന്നു. അവൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൂശയിട്ടതിന്റെ അരികിലൂടെ നടക്കുമായിരുന്നു. ഫയളിബു ബിഅഖ്ബിഹി മാ അറദല്ലാഹു ബിഹാദാ. ഇതെന്താ ഒരു സാധനം എന്ന് പറഞ്ഞിങ്ങനെ തട്ടും. അപ്പോൾ ഒരു ശബ്ദവും ഉണ്ടാക്കും. അതാണ് ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ എന്ന് പറഞ്ഞത്. മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണ്. മുട്ടിയത് ആദ്യം ഇബ്ലീസാണ് ലഅനത്തുല്ലാഹി അലൈഹി. ഭൂമിയിൽ ഇറക്കിയപ്പോഴും മുട്ടിയത് മാമിൻ മൗലൂദിൻ ഇല്ലാ വയദ്രിബുഹു ശൈത്താൻ. ആദം നബിയുടെ മണ്ണിന്റെ മൂശയെ മുട്ടിയതും ഇബ്ലീസാണ്. ഭൂമിയിൽ ഇറങ്ങിയ കുട്ടിയെ ആദ്യം മുട്ടിയതും ഇബ്ലീസാണ്. മുട്ടും. ആ മുട്ട് കിട്ടുമ്പോൾ കുട്ടി കരയുമെന്ന് പുണ്യനബി. 40 കൊല്ലമാണ്. 40 കൊല്ലമായിരുന്നു. 40 കണക്കുണ്ട്. ഒരാൾ മരിച്ചാൽ പ്രധാനമായി അയാൾക്ക് ഖബറിൽ ചില ഭയാനകതകൾ അനുഭവിക്കേണ്ട സമയം 40 ദിവസമായിരിക്കും. ഏറ്റവും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതാണ് ആ 40 ഇടയിൽ പ്രത്യേകമായ ദുആകളും മറ്റു കാര്യങ്ങളൊക്കെ പഴയ കാലം വരെ മുഅ്മിനീങ്ങൾ ചെയ്തു വന്നിരുന്നു. 40 ചില പ്രത്യേകമായ കണക്കുണ്ട്. 40 മുഅ്മിനീങ്ങളുടെ അടുത്ത് വലിയുണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു എമ്പാടും അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഒരു സദസ്സായി അല്ലാഹു ഇത് സ്വീകരിക്കട്ടെ. 40 ഒരു കണക്കുണ്ട്. ഒരു ജുമാക്ക് 40, ഓരോന്നിനും 40 ഒരു കണക്കുണ്ട്. അതാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഊത്തിന്റെ ഇടയിൽ 40 കൊല്ലമുണ്ട് എന്ന് മഹാന്മാരിൽ പലരും രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ആ സമയത്ത് ഉറങ്ങാൻ അവസരം തന്നെ. പിന്നെ അവിടെ നിന്ന് എണീക്കുമ്പോഴാണ് മുഅ്മിനീങ്ങൾ ഉറങ്ങുകയില്ല. മുഅ്മിനീങ്ങൾ സുമോഹനമായ ഒരു ദിവസത്തെ കാത്തിരിക്കുകയാണ്. മുഅ്മിനീങ്ങൾ ആ നേരത്തെ ഉറങ്ങൂല. മുഅ്മിനീങ്ങൾക്ക് പോകാൻ തയ്യാറായുള്ള സമയമാണത്. അതായത് അറഫയിലേക്ക് പുറപ്പെടാൻ നേരത്തെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. ആ രാത്രി ഒന്നും ഉറക്കം വരില്ല ഹജ്ജാജിമാർക്ക്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ ഒരു സന്തോഷം. ഖാലു യാ വൈലന, തമ്മാടികൾ വിളിച്ചു പറയും, ഖാലു യാ വൈലന മൻ ബഅസനാ മിൻ മർഖദിനാ ഹദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. സഖിയു ഖരീബും മിനല്ലാഹ് ഖരീബും മിനന്നാസ് ഖരീബും മിനൽ ജന്നതി ബഈദും മിനന്നാർ. എന്തൊരു വാക്കാ മുസ്തഫ നബി പറഞ്ഞത്. ഹബീബ നബി പറഞ്ഞു. ഒറ്റ ഹദീസ്. സഖിയു ഖരീബും മിനല്ലാഹ് ഖരീബും മിനന്നാസ് ഖരീബും മിനൽ ജന്നതി ബഈദും മിനന്നാർ. അൽ ബഖീലു ബഈദും മിനല്ലാഹ് ബഈദും മിനന്നാസ് ബഈദും മിനൽ ജന്നതി ഖരീബും മിനന്നാർ. ഹബീബ നബി പറഞ്ഞു, സഖിയു കൊടുക്കുന്നവൻ, കൊടുക്കുന്നവൾ, ധർമ്മം കൊടുക്കുന്നവൻ, അസ്സഖിയു ഖരീബും മിനല്ലാഹ്, കൊടുക്കുന്നവർ റബ്ബിലേക്ക് അടുത്തവരാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖരീബും മിനൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് അടുത്തവനാ. ഖരീബും മിനന്നാസ്, ജനങ്ങളോട് അടുത്തവരാകുന്നു. മാത്രമല്ല ബഈദും മിനന്നാർ, കൊടുക്കുന്നവൻ നരകത്തെ തൊട്ട് വളരെ അകലെയുമാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ധർമ്മം കൊടുക്കുന്നവർ നരകത്തെ തൊട്ട് വളരെ അകലെയിരിക്കും. البخيل بعيد من الله بعيد من الناس بعيد من الجنة قريب من النار. കൊടുക്കാത്തവർ അല്ലാഹുവിനെ തൊട്ടും അകലെയാ, സ്വർഗത്തെ തൊട്ടകലെയാ, മനുഷ്യന്മാരെ തൊട്ടകലെയാ, നരകത്തോട് വളരെ അടുത്തുകൊണ്ടാണ്. ഇമാം തുർമദി രേഖപ്പെടുത്തിയ ഹദീസാണ്. ഇബ്നു മാജാ തങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.